IPL താരലേലത്തിൽ കൊടുത്ത കാശ് മുതലാവാൻ സാധ്യതയുള്ള 5 താരങ്ങൾ ആരാണെന്ന് നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് വയസ്സൻ പടയാണെങ്കിലും ഒരു 26-കാരനെ 4.8 കോടി മുടക്കി സ്വന്തം തട്ടകത്തിലെത്തിച്ചു. ഖലീൽ അഹമ്മദ്. ഇടംകൈയ്യൻ പേസ് ബൗളർ ഖലീൽ അഹമ്മദിന് നല്ല IPL പരിചയ സമ്പത്തുമുണ്ട്. മികച്ച എക്കണോമിയിലും സ്ട്രൈക്ക് റേറ്റിലുമാണ് അദ്ദേഹത്തിന്റെ IPL ചരിത്രം. ഖലീൽ അഹമ്മദിന്റെ IPL കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 57 മത്സരങ്ങളിൽ നിന്ന് 74 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എക്കണോമി 8-ന് മുകളിൽ, സ്ട്രൈക്ക് റേറ്റ് 18-ന് താഴെ. അതായത് കൊടുത്ത കാശ് മുതലാവാൻ നല്ല സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വേണ്ടി അടിച്ചു തകർത്ത അശുതോഷ് ശർമ്മയെ ഡൽഹി ക്യാപിറ്റൽസ് കരസ്ഥമാക്കിയത് 3.8 കോടി രൂപയ്ക്ക്. 167 സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു അശുതോഷിന്റെ എന്ന് ഓർക്കണം. പഞ്ചാബ് എന്തുകൊണ്ട് റിട്ടൈൻ ചെയ്തില്ല എന്നൊരു ചോദ്യം പോലും വന്നിരുന്നു. 4 കോടി മതിയായിരുന്നു റിട്ടൈൻ ചെയ്യാൻ. പക്ഷെ 3.8 കോടിക്കാണ് ഡൽഹി അശുതോഷ് ശർമ്മയെ കരസ്ഥമാക്കിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് 2 ടാറ്റ IPL കിരീടം നേടിക്കൊടുത്ത ഒരു ലെഗ് സ്പിന്നർ ഉണ്ട്, രാഹുൽ ചഹർ. രാഹുൽ ചഹറിനെ ഇത്തവണ ഹൈദരാബാദ് റാഞ്ചിയത് വെറും 3.2 കോടിക്കാണ്. അതായത് 3 ടീമുകളിൽ കളിച്ച് പരിചയസമ്പത്തുള്ള രാഹുൽ ചഹറിന്റെ ആ ലെഗ് സ്പിന്നുകളും ഗൂഗിളുകളും ഇത്തവണ ഹൈദരാബാദിലെ ഫ്ലാറ്റ് ട്രാക്കിൽ ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം. പക്ഷെ 3.2 കോടിക്ക് അതൊരു പൈസ വസൂൽ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ഡീല് തന്നെയാണെന്ന് പറയാം. നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറെ കൈവിട്ടെങ്കിലും തിരിച്ചു പിടിച്ച മറ്റൊരു യുവതാരമുണ്ട്, ഒരു മുംബൈ ബാറ്റർ അങ്കരീക്ഷ് രഘുവൻഷി. ഓൾറൗണ്ടറായ രഘുവൻഷി കഴിഞ്ഞ സീസണിൽ ഒരു 50 അടിച്ചിരുന്നു. നല്ല സ്ട്രൈക്ക് റേറ്റ്, നല്ല ഭാവി. വെറും 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അതായത് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ രഘുവൻഷിയുടെ ബാറ്റുകളിലും അതുപോലെ ഓൾറൗണ്ടറാണ്. അപ്പോൾ എല്ലാ മേഖലയിലും രഘുവൻഷിയുടെ കോൺട്രിബ്യൂഷൻ KKRന് പ്രതീക്ഷിക്കാം. രഘുവൻഷിയെ മാത്രമല്ല KKR തിരിച്ചെത്തിച്ചത്. 1.8 കോടി മുടക്കിക്കൊണ്ട് പേസ് ബൗളർ വൈഭവ് അറോറയെയും തിരികെ എത്തിച്ചു. അതായത് ഹർഷിത് റാണയും വൈഭവ് അറോറയും അടങ്ങിയ ആ യുവ അറ്റാക്ക്, നല്ല എനർജിയുള്ള പേസ് ബോളിംഗ് അറ്റാക്ക് ഇത്തവണയും ഉണ്ടാവും KKRന് മുതൽക്കൂട്ടായി. അതായത് കിരീടം നേടിയ ആ കോർ ടീമിനെ അതേപടി ഏകദേശം നിലനിർത്താൻ KKRന് സാധിച്ചിട്ടുണ്ട്. അതിൽ നിർണായകമാവുക വൈഭവ് അറോറയുടെ ആ ഒരു പേസ് ബോളിംഗ് തന്നെയായിരിക്കും. 9-ന്റെ ജസ്റ്റ് മുകളിലാണ് അദ്ദേഹത്തിന്റെ എക്കണോമി, അതുപോലെ 20 സ്ട്രൈക്ക് റേറ്റും. അതായത് അദ്ദേഹത്തിന്റെ സ്പെല്ലിൽ വിക്കറ്റുകൾ വരുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ 5 താരങ്ങളാണ് പൈസ വസൂൽ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി, കൊടുത്ത കാശ് മുതലാവാൻ സാധ്യതയുള്ള താരങ്ങൾ. ആദ്യത്തെ ദിവസം. ഇനി 2ാമത്തെ ദിവസം ഓപ്ഷനിൽ എന്തൊക്കെ സർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക? കാത്തിരുന്ന് കാണാം. അതിന്റെ വിശകലനവുമായി അടുത്ത ദിവസം കാണാം.